മക്കത്തേക്ക് 16ാമത്തെ കൊല്ലം ഈ കൊല്ലം ഞാൻ പോയി. ഈ 16 കൊല്ലം കഴിവടെ കില്ല പിടിച്ച് ഞാൻ കിട്ടുന്നുണ്ട്. ഞാനൊക്കെ ഒരു പേര് എടുക്കണില്ല, ഒരു കടലാസും എടുക്കണില്ല. എന്താത്? ഞാൻ വെറും വന്നല പേട്ടെന്ന് പറയും. പേട്ടണ്ടി കാമ്പില്ല. മറ്റതങ്ങനെയല്ല, കാതല്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ബാവാമുസ്ലിയാരും തഴവസ്ഥാനം തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് കാതല്, ഇത് പേട്. വലിയ മഹാന എന്തോരെഴുതിക്കുട്ടി. ആദ്യം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ അടിയിൽ പെട്ടതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മൈനറിയത്തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ, അവളന്റെ മെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. കൂടെ കഴിഞ്ഞവരൊക്കെയും അകന്നില്ലേ, അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ. ഇതൊക്കെ വല്ല അർത്ഥവും പറഞ്ഞോ? ഒരർത്ഥവും വേണ്ട. ഇങ്ങനെ അങ്ങ് തുറന്നു വെച്ചു പാടിയാൽ ഒക്കെ മനസ്സിൽ റാഹത്താണ്. ഞാൻ പറയാ, ചുമ്മാ മംഗളോ മനോരാജ്യം ഈ കാണാഗുണയൊക്കെ വായിക്കണതിന്റെ കൂട്ടത്തിലേ ഈ നല്ലതൊന്ന് മേടിച്ചു വായിക്കും. ഈ നല്ലത് മേടിച്ചു വായിക്കും. ഇതൊക്കെ ആഖിറത്തിലേക്ക് ഫലപ്പെടും. നല്ല ഹാലിമാവും. അതിന്റെ പറഞ്ഞാൽ കൊടുന്നു പുസ്തക കച്ചവടത്തിന് പറഞ്ഞാൽ കേൾക്കണേ. ഇതൊക്കെ വീട്ടിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. പിള്ളേർ പാടത്തേ, പിള്ളേർ പാടി നല്ല മക്കളാവട്ടെ, നല്ല ഉമ്മയാകട്ടെ, നല്ല ഭാര്യയാകട്ടെ, നല്ല വാപ്പായാകട്ടെ. പോട്ടെ പോട്ടെ. എന്താ പറഞ്ഞു വന്നത്? പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി. കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. കണ്ണുകൾ ഉടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാ. ഖുർആൻ പറഞ്ഞു നോക്കല്ലേ, നിമിത്തങ്ങൾ പറഞ്ഞു നോക്കല്ലേ. രണ്ടാളും തമ്മിൽ നോക്കിയാൽ, തഴവാവസ്ഥ പറയാൻ, രണ്ടാളും തമ്മിൽ അവിടെ നോക്കിയാൽ വിഷം കയറുന്ന നിമിത്തങ്ങൾ പറഞ്ഞല്ലോ. അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ എന്ത് പറ്റി? കുണ്ടാവണ്ടിയായി. എന്താ കുണ്ടാവണ്ടി? കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണ് രണ്ടും. 9:10. അപ്പൊ നാളെ ഒരു 9 മണിക്ക് ഇവിടെ വന്ന കശീനെ കാണാം. കണ്ടോ? നേർച്ചയാക്കി. പിന്നെ കിടക്കാൻ പറ്റണല്ല. പിറ്റേ ദിവസം 9 ആവാൻ കാത്തിരിക്കാൻ. 9 മണിക്ക് എത്തിക്കഴിഞ്ഞു. വന്നു 9:05 പയ്യെ അടുത്തേക്ക് വന്നു. ഇന്നലെ നോക്കിയതിന്റെ കൂട്ടത്തിൽ ഇന്ന് നോട്ടത്തിനോടൊപ്പം ഒരു ചിരി പാസാക്കി. ഒരു കടന്നോട് കടന്നു. വീണ്ടും അടുത്ത ദിവസം 9:05 അടാ വരുന്നു കക്ഷി. അടുത്തേക്ക് വന്നപ്പോൾ ചിരിയുടെ കൂട്ടത്തിൽ എങ്ങോടാ പോണേ? അല്ലാണ്ട് പിന്നെ എന്തൊട്ട ജോലി? 10ാം ക്ലാസ്സിൽ വന്നപ്പോ മദ്രസയിലും കൂടെ പോകണ്ടാടി, ഖുർആൻ ഓതണ്ട, നിക്കിരിക്കണ്ട, നീ ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞോണ്ട് 10ാം ക്ലാസ്സിൽ അങ്ങനെ പഠിപ്പിച്ചിട്ട് അവസാനം കിട്ടിയപ്പോ എല്ലാത്തിനും D+ന്റെ താഴെ. ഇപ്പൊ വലിയ മാർക്ക് പറയണ്ടല്ലോ. A+, E+, U+ എന്നൊക്കെ ആയിപ്പോ എല്ലാം D+ന്റെ താഴെ. ഒറ്റ സ്ഥലത്തും +1 അഡ്മിഷൻ കിട്ടണല്ല. അപ്പൊ ഇനി എന്തുട്ടാണ്? ഇനിയിപ്പോ ടൈം പാസിങ് വേണമല്ലോ. അതിനെന്തുട്ടാ? അതിലൊക്കെ താത്താട്ട ചെന്നിട്ട് ചോദിക്കും, ഇവിടെ പഴയ തുണി എടുപ്പുണ്ടോ താത്ത? ഇവിടെ പഴയ തുണി ഇല്ലല്ലോടി, എന്തിനാ പഴയ തുണി? അപ്പൊ താത്താക്കത് സംശയം. ഇവിടെ ഉമ്മായാണ് ഈ പ്രസവം നിർത്തിയതാണ്, ചേർത്തിയാണ് പ്രസവിക്കാറായിട്ടില്ല, ഈ പെണ്ണിപ്പോ പഴയ തുണി അന്വേഷിക്കുന്നത് എന്തിനാ? താത്താക്ക് സംശയം. അല്ലാത്ത ഉപയോഗിക്കാത്ത തുണി മതി. ഇതേ വേലിയ കിടക്കണ മതിയോ നോക്കും. ഇത് മതി. എന്തിനാണ് ഇത്? തയ്യല് പിടിക്കാൻ. എന്നിട്ട് ഈ തുണി എടുത്തത് പൊക്കണ സഞ്ചിക്കകത്തേക്ക് അങ്ങോട്ട് ഇട്ട്, കൺമശിയൊക്കെ ഇട്ട്, നന്നായിട്ട് ഷാളൊക്കെ ഇട്ട്, നല്ല ഗമാലിറ്റിയിൽ അങ്ങോട്ട് പോകണമല്ല.
ഞങ്ങളുടെ നെടുമ്പാശ്ശേരിയില് എയർപോർട്ടിലേക്ക് പോണ എയർ ഹോസ്റ്റസിന്റെ അതിരിയുണ്ട്. എവിടെ പോണേ? തയ്യൽ പഠിക്കാൻ. ഈ തയ്യൽ പഠിക്കാൻ പോകുമ്പോ ഇങ്ങനെ പോണേ. അലിയാരങ്ങളും അറിയാം മാന്യത ഉണ്ടോ നിൽക്കാന്ന് വാപ്പാനോട് ഇരിക്കാൻ. നിനക്ക് മാന്യത ഉണ്ടോ? നിന്റെ മോളല്ലേ റോട്ടിക്കൂടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നടക്കണത്? മാന്യതയുള്ള പെൺകുട്ടികൾ അങ്ങനെയല്ല. പിന്നെ അവള് തയ്യൽ പഠിക്കാൻ പൊക്കോട്ടെ. തയ്യൽ പഠിക്കാൻ പോണെങ്കിൽ എതിർക്കണല്ലേ കേൾക്കണേ. തയ്യൽ പഠിക്കാൻ പൊക്കോട്ടെ. അപ്പുറത്തേക്ക് ചൂളി വിളിച്ചാൽ, ഇപ്പുറത്തേക്ക് ഞൊടിച്ചു വിളിച്ചാൽ, അപ്പുറത്തേക്ക് കൈകാട്ടി വിളിച്ചാൽ, ഇടംവലം ഭാഗത്തേക്ക് നോക്കാതെ അവളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നവളാണ് മാന്യതയുള്ള പെൺകുട്ടി. അങ്ങനെ വരച്ച മോളെ ധാരാളം അപകടത്തിൽപ്പെടുവാട്ടോ. പൊന്നുമോളെ അപകടത്തിൽപ്പെടുകയാണ്, ധാരാളം അപകടത്തിൽപ്പെടുകയാണ്. ഈ മുസ്ലിം സമുദായത്തിന്റെ പെൺകുട്ടികളാണ് നശിക്കണത് ആകെ. ക്രിസ്ത്യാനി പെൺകുട്ടിയുടെ അടുക്കിലേക്ക് 1 ലക്ഷം രൂപ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് വെച്ച് നീട്ടിയാൽ അവളത് മേടിച്ചിട്ട് സഞ്ചിയിൽ വെക്കും. എന്നിട്ട് ചെറുപ്പക്കാരനോട് പറയും, ക്രിസ്ത്യാനി പെൺകുട്ടി പറയും ചാച്ചാന്ന്, എന്റെ കാശന്റെ പോക്കറ്റുണ്ട് നീ പോടാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു ഹിന്ദു പെൺകുച്ചിന് കൊണ്ടുവന്ന് 1 ലക്ഷം രൂപ കൊടുത്താൽ അവളെ മേടിച്ചത് ബാഗിൽ വെച്ചിട്ട് പറയും ബൈ ബൈ ഓക്കെ എന്ന്, പോടാന്ന്. കാശകത്തായി. ആ സ്ഥാനത്ത് ചുമ്മാ 50 പൈസയുടെ ചോക്ലേറ്റ് കൊടുത്താൽ മതി മുസ്ലിം പെൺകുട്ടികൾക്ക്. 50 പൈസയുടെ ചോക്ലേറ്റ്, ബാക്കി ഞാൻ പറയുന്നില്ല. അത്രമാത്രം ബുദ്ധിശൂന്യമാണ് മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥ, അത്രമാത്രം ബുദ്ധിശൂന്യമാണ്. എല്ലാ ശത്രുക്കളും വല വീശുന്നതും മുസ്ലിം കുട്ടികളുടെ നേരെയാ. കാരണം അവർക്ക് സൗന്ദര്യമുള്ളൂ. നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം പെൺകുട്ടിയാണ് സൗന്ദര്യമുള്ളവൾ, അതിനൊരു തർക്കമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. എന്താണ്? പിന്നെ ഹദീസിന്റെ തല കോട്ടൻസാന്നാണ് ഓർമ്മ വരുമ്പോ പറയാം. മുസ്ലിം പെൺകുട്ടികളുടെ സൗന്ദര്യത്തെ പറ്റി ഞാനല്ല എന്ന് പറഞ്ഞ നബിത്തങ്ങൾ പറഞ്ഞേക്കുന്നതാണ്. സൗന്ദര്യമുള്ളത് മുസ്ലിം പെൺകുട്ടികളാണ്, അവരെ നിങ്ങൾ സൂക്ഷിച്ചോളണോ. അങ്ങനെയുള്ളൊരു കാലഘട്ടം വരുമെന്നാ പറഞ്ഞേ. എവിടെ നോക്കിയാലും ഇപ്പൊ അവരുടെ പാട്ടല്ലേ ഉള്ളൂ. നിങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സിനിമ, നിങ്ങളിപ്പോ സിനിമയുടെ പോസ്റ്റർ നോക്കിക്കോട്ടോ. റോഡിന്റെ ഇരുവശത്തുണ്ടല്ലോ, ഒരു പുറത്തേക്ക് ഇറങ്ങാൻ മനുഷ്യർ നിർത്തില്ലോ. ഇപ്പൊ എല്ലാ പോസ്റ്ററുകളും നിങ്ങൾ പരിശോധിച്ച് നോക്കോ. ഇങ്ങനെ ഇട്ടേക്കണ പെൺപിള്ളേരുണ്ടാവും ഇങ്ങനെ, പിന്നെ ഇങ്ങനെ ഇട്ടേക്കണ പെൺപിള്ളേരും ഉണ്ടാവും. ഇതിനൊന്നും തിയേറ്ററിൽ തിരക്കില്ല കേട്ടോ, തിരക്കില്ല. പിന്നെ ഇങ്ങനെ ഇട്ടോണ്ട് ഒരു പടം, ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ തിരക്കാം. കാരണം എന്ത്? മുസ്ലിം കുട്ടിക്ക് അഴകുള്ളൂ. അത് തന്നെ, മുസ്ലിം കുട്ടിക്ക് അഴകുള്ളൂ. നമ്മള് പാട്ടെടുത്ത് പരിശോധിച്ച് നോക്കി, എന്തോരം പാട്ടാ. കടലിന്റെ ഉള്ളിൽ ഒളിച്ചാലും, ഏഴാം ഭൂമിയുടെ അടിത്തട്ടിൽ ഒളിച്ചാലും നിന്നെ ഞാൻ സ്വന്തമാക്കും. പാട്ടിന്റെ ശൈലിയിൽ നിങ്ങൾ പാടിക്കോട്ടെ, എനിക്ക് കിട്ടുന്ന പാട്ട്. നിന്നെ ഞാൻ സ്വന്തമാക്കും. എന്നിട്ട് പറഞ്ഞെന്താ? ഫാത്തിമ ഫാത്തിമ. ശരിയാണോ? എന്നാ ഏഴാം കടലിന്റെ അടിയിൽ ഒളിച്ചാലും, ഏഴാം ഭൂമിയുടെ മുകളിൽ ഒളിച്ചാലും നിന്നെ ഞാൻ സ്വന്തമാക്കും, സ്വന്തമാക്കും. മറിയാമ്മ മറിയാമ്മ ഇല്ല, അങ്ങനെയില്ല. നിന്നെ ഞാൻ സ്വന്തമാക്കും. ശോശാമ്മ ശോശാമ്മ ഇല്ല. പിന്നെന്താ? ഫാത്തിമ ഫാത്തിമ. എന്താണ്? ഫാത്തിമായ രസമുള്ളൂ, ശോശാമായി മറിയാമായും അങ്ങനെയല്ല. കാരണം എന്താ? അതെന്താന്ന് വെച്ചാൽ മുസ്ലിം പെൺകുട്ടികളുടെയും അമുസ്ലിം പെൺകുട്ടികളുടെയും ജീവിത രീതി അങ്ങനെയാ ബീബേ. അതുകൊണ്ടിട്ടാണത്. ഹിന്ദു പെൺകുട്ടി കോളേജിൽ പോണത് എങ്ങനെയാണെന്നറിയോ? രാവിലെ ആ തെങ്ങിന്റെ അടുത്ത് മുളച്ചിങ്ങനെ വെണ്ടയ്ക്ക ഉണന്നിട്ട് ഒരു ചീഞ്ചട്ടിയിലിട്ട് പച്ചവെള്ളം ഒഴിച്ച് അങ്ങോട്ട് ചൂടാക്കി വാട്ടും. എന്നിട്ട് തലേവശത്തെ ചോറിനകത്തേക്ക് ഇട്ട് കൂട്ടികളി കിട്ടാ ഒരലിന്റെ മുകളിൽ കയറിട്ട് വാരി തിന്നോണ്ടാ കൊച്ച് സ്കൂളിൽ പോണത്. ആര്? നമ്മുടെ അയലക്കത്തുള്ള ഇന്ദിര പോണത്. ആ സ്ഥാനത്ത് സെബിയ പോണേ അങ്ങനെയല്ല. നല്ല ആനി മാവാടി അരി കൊണ്ടുണ്ടാക്കിയ മട്ടൻ ബിരിയാണി, നല്ല മിനു മിനു എന്നുള്ള ഡൈനിങ് ടേബിളില് ഗൾഫിൽ നിന്ന് വാപ്പ കൊണ്ട് നല്ല പളവളാന്നുള്ള പാത്രത്തില് നന്നായിട്ട് നറുനെയ്യ് ഒഴിച്ച് അങ്ങോട്ട് തിന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാല് വെണ്ടയ്ക്ക തിന്നവക്കണ തൊലിയുടെ മിനുസല്ല, നല്ല നറുനെയ്യ് ഒഴിച്ച് മട്ടൻ ബിരിയാണി തിന്നവക്കണ തൊലിയുടെ മിനുസം. ഇതാണ് വ്യത്യാസം, ഇതാ വ്യത്യാസം. ഹദീസിന്റെ ഓർമ്മയിൽ വരുമാനോ ഇൻഷാ അല്ലാഹ് പറയാം. എല്ലാ ഭാഗത്തും വല വിരിച്ചിരിക്കുക, എല്ലാ ഭാഗത്തും. ഞാൻ ഈ അടുത്ത നാളിൽ ഒരു മാസികയിൽ വായിച്ചതാ, ബോംബെയിലെ ചുവന്ന തെരുവുകളിൽ ചെന്നെത്തിയിരിക്കുന്ന പെൺകുട്ടികളിൽ 90% മുസ്ലിം നാമങ്ങളുള്ള പെൺകുട്ടികളാണ്. കുരുങ്ങണതാണ് നിങ്ങൾ.
എന്തോരോ ബഹുമാനികളെ, എത്രമാത്രം അപകടപ്പെടുവാൻ കേട്ടോ മോളെ. വളരെ സൂക്ഷിച്ചോ. നിന്റെ നേരെ കണ്ണടച്ച് കാണിക്കുന്നത്, നിന്റെ നേരെ ഞൊടിച്ച് കാണിക്കുന്നത്, നിന്റെ നേരെ മിഠായി കാണിക്കുന്നത് നിന്നെ അപകടപ്പെടുത്താനാണെന്ന് മനസ്സിലാക്കിക്കോ. നിന്റെ ചോര ഊറ്റിക്കുടിച്ച് നിന്റെ യുവത്വം കാർന്നെടുത്ത് അവസാനം വല്ല കൊക്കയിലേക്കോ അല്ലെങ്കിൽ വല്ല റെയിലിലേക്കോ അല്ലെങ്കിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളിലേക്കോ നിന്റെ ശരീരം വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് ധാരാളം. നിങ്ങൾ ചിലപ്പോ പറയണ്ടാവും, ബാബുസ്ഥാദെ അങ്ങനെയല്ലല്ലോ, ഇന്നാളിത് ഇവിടെ നിന്ന് ഒരാൾ പോയല്ലോ, ആ പോയവളിപ്പാന്റെ സുഖമായിട്ട് ജീവിക്കുകയാണല്ലോ. ഒരു തലമുറേനെ മൊത്തം ഷിർക്കിന്റെ കോട്ടയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ നീ ഈ കണ്ണടച്ചത് കാരണമായി മോളെ. ഇത് മനസ്സിലാക്കി. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന കാര്യം ഇപ്പൊ പറഞ്ഞു. ഇത് നീ മനസ്സിലാക്കി. ആര് കണ്ണടച്ചാലും ആര് ചോക്ലേറ്റ് നീട്ടിയാലും നീ ഒന്ന് മനസ്സിലാക്കണം, അല്ലാഹുവേ എന്റെ സൗന്ദര്യം കണ്ടിട്ടാണല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉമ്മാനോട് പറഞ്ഞതാ, എന്റെ നേരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കാൻ ഈ നാട്ടിൽ ഇന്ന നിലക്കുള്ള ഒരു ചെറുപ്പക്കാരൻ തയ്യാറായെങ്കിൽ അവൻ കുറി തൊട്ടത് എന്റെ തെറ്റാണോ ഉമ്മ? അവൻ കുറി തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ കുരിശുമാല ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ തെറ്റാണോ? ഉമ്മാനോട് മോളി ചോദിക്കണം. അപ്പൊ ഇത് വളരെ അപകടമാണ് മോളെ. നീ മനസ്സിലാക്കിക്കോ. നിനക്ക് ഈ സൗന്ദര്യം തന്നത് ആരാണ്? അത് നീ മനസ്സിലാക്ക്. പടച്ചവനെ, ഈ സൗന്ദര്യം തന്ന റബ്ബേ, നാളെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരുത്തനോടൊപ്പം അങ്ങ് ഇറങ്ങിപ്പോയാൽ, എന്റെ ഉമ്മാനെ എന്റെ ഉപ്പാനെ എന്റെ കുടുംബാദികളെ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയാൽ, തമ്പരാനെ നാളത്തെ പ്രഭാതത്തിൽ എന്റെ ശരീരത്തിന്റെ തൊലിക്ക് വെള്ളപ്പാണ്ട് വരുത്താൻ നിനക്ക് കഴിവുണ്ടല്ലോ റബ്ബേ. വെള്ളപ്പാണ്ട് പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്നെ പെരുവഴി തള്ളി, വെള്ളപ്പാണ്ടുകാരിനെ എനിക്ക് വേണ്ട. മാനസിക നില തകരാറിലായാൽ ഭ്രാന്തിയിലെ എനിക്ക് വേണ്ട. മുടിയങ്ങോട് കൊഴിഞ്ഞു പോയാൽ മൊട്ടത്തലച്ചീല എനിക്ക് വേണ്ട. ഒരു ഞരമ്പ് തളർന്നിട്ട് എന്റെ കൈകാലുകൾ ചലിക്കാതെ വന്നാൽ ഒരു മാസം തളർന്ന കാലില്ലാത്തവളെ എനിക്ക് വേണ്ട. പടച്ചവനെ, എന്റെ കാല് ചലിപ്പിക്കുന്നവൻ നീയാൻ, എന്റെ മുടി തലയിൽ നിറത്തിരിക്കുന്നവൻ നീയാൻ, എന്റെ സ്വയബോധം നിലനിർത്തി ഭ്രാന്തിയാക്കാത്തവൻ നീയാൻ, എന്റെ വെള്ളപ്പാണ്ടുകാരിയാക്കാത്തവൻ നീയാൻ. അങ്ങനെ അനുഗ്രഹിച്ചതായ തമ്പുരാന്, നിന്റെ അനുഗ്രഹത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു അവിശ്വാസിയുടെ മുശ്രിക്കിന്റെ കൂട്ടത്തിൽ പോകാൻ ഞാൻ ഒരുക്കമില്ല തമ്പുരാനെ. തീരുമാനമെടുക്കണം. അങ്ങനെ തീരുമാനമെടുത്തിട്ട് കീപോട്ട് നോക്കി തയ്ക്കാൻ പോണം. കീപോട്ട് നോക്കി തയ്യൽ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരണം. തിരൂര് റമദാൻ മാസത്തില് ട്രെയിനേലാ പോണെ എന്ന് പറയാ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു. ഞാൻ ബാഗിൽ കാരക്കാരുണ്ട്, അവിടുത്തെ നോമ്പ് തുറന്നുകൊണ്ട് ചെറുപ്പക്കാര് പിള്ളേരാ കമ്മിറ്റിക്കാർ. അവരിങ്ങനെ വണ്ടിയിൽ പോകുമ്പോ ഒരു സംഭവം പറയാ, ഉസ്താദെ റെയിൽവേ സ്റ്റേഷനിലെ സ്ത്രീകളുടെ വിശ്രമ കവാടത്തിൽ വാതയ്ക്ക് നിന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ഭയങ്കര തേങ്ങിക്കരച്ചിൽ ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോ ഇവന്റെ കച്ചവട സ്ഥാപനത്തിന്റെ പുറകില് +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ തട്ടൊന്നുമില്ല, തട്ടനൊക്കെ മാറ്റിക്കളഞ്ഞു. ഒരു കറുകറുത്ത ചെറുപ്പക്കാരൻ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവന്റെ നേരെ നോക്കിക്കൊണ്ടാ തേങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നീ ഏതാണ്? നീ എന്റെ വീട്ടിലല്ലേ? അതെ. നീ എവിടെ പോണതാണ്? ഞാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോണതാണ്. ഈ നിൽക്കുന്നത് ആരാണ്? എന്റെ ക്ലാസ്മേറ്റ് ആണ്. എന്റെ ഉസ്താദെ, ഇത് കേട്ടിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് മാറി അവരുടെ വീട്ടിലെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു, അവൾ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോണതാണ്, ഇന്ന് വരൂല. ഇത് മനസ്സിലാക്കണം. കെട്ടിക്കാരായ ഒരു മോളെ ഇതിലെ പറഞ്ഞെടുക്കുന്ന ഉമ്മമാരെയാണ് തല്ലുന്നത്. നിന്റെ ചിറകിന്റെ അടിയിൽ കോഴിക്കുഞ്ഞിനെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കേണ്ടവളാ നിന്റെ മോള്. നിനക്ക് ഫലപ്പെടണ്ടേ? നിന്റെ മോളെ നിനക്ക് ഫലപ്പെടണ്ടേ? മകളുടെ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ്. കാലഘട്ടം മോശമായി പോയി. ഉമ്മ പറഞ്ഞ മറുപടി ഇതാണ്. അങ്ങനെ അവരത് കഴിഞ്ഞിട്ടും കൂടി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ പയ്യനുമില്ല, ഈ കുട്ടിയില്ല. ഞാൻ ചോദിച്ചു, എടാ മണ്ടന്മാരെ, നിങ്ങൾക്ക് ഒരാൾക്ക് അവിടെ നിൽക്കാൻ പാടില്ലാണ്, എന്നിട്ട് മാറി നിന്നിട്ട് ഫോൺ ചെയ്തിരിക്കുന്നറിഞ്ഞു. ഇവന്മാരെല്ലാരും കൂടെ ഫോൺ ചെയ്യാനും കൂടെ മാറി, അവൻ പോയി. ഞാൻ മനസ്സിലാക്കണേന്താണ്, എന്തിനാണ് ആ കൊച്ചു കരഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ചെറുപ്പക്കാരൻ പറയാണ്, കരളെ നമുക്ക് താമസിക്കാൻ ലോഡ്ജ് മുറി ശരിയാക്കിയിരിക്കുന്നത് ഇന്ന ടൗണിലാണ്, അങ്ങോട്ട് പോകാൻ എന്റെ കൂട്ടുകാരൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, കൂട്ടുകാരന്റെ കൂട്ടത്തിൽ മറ്റൊരു കൂട്ടുകാരനുമുണ്ട്, നമുക്ക് 4 ആൾക്ക് ഒരുമിച്ച് ആ ലോഡ്ജിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും, ചേട്ടാ കൂട്ടുകാരന് വേണ്ടിയല്ല ഞാൻ ഇറങ്ങിപ്പോന്നത്, ഞാൻ ചേട്ടന് വേണ്ടി ഇറങ്ങിപ്പോന്നതാണ്, ഒരിക്കലും കൂട്ടുകാരനോടൊപ്പം ലോഡ്ജിലേക്ക് ഞാനില്ല. അങ്ങനെ
ഇങ്ങനെയൊക്കെ പറയല്ല കാരണം ഇനി എനിക്ക് പല കൂട്ടുകാരും വരാനുണ്ട്, നീ ഇറങ്ങ്. എന്തായിട്ടുണ്ടാവും ആ കൊച്ചിന്റെ അവസ്ഥ? എന്തായിട്ടുണ്ടാവും? അവൾ ചിന്തിക്കുന്നു, റബ്ബേ എന്റെ ഉമ്മ എനിക്ക് പോയല്ലോ അല്ല, എന്റെ ഉപ്പിച്ചി എനിക്ക് നഷ്ടപ്പെട്ടല്ലോ റബ്ബേ, എന്റെ കുഞ്ഞാങ്ങൾ എനിക്ക് പോയല്ലോ റബ്ബേ, എന്റെ കുഞ്ഞനുജത്തി എനിക്ക് നഷ്ടപ്പെട്ടല്ലോ റബ്ബേ, എന്റെ ദീൻ എനിക്ക് നഷ്ടപ്പെട്ടല്ലോ റബ്ബേ, എന്റെ പള്ളിയും മദ്രസയും നഷ്ടപ്പെട്ടല്ലോ റബ്ബേ. ഞാൻ ഇറങ്ങിപ്പോന്ന എന്റെ കാമുകനായ ചെറുപ്പക്കാരൻ, അവന്റെ മാതാപിതാക്കൾ അവന്റെ കൂടെയുണ്ട്, അവന്റെ മതം അവന്റെ കൂടെയുണ്ട്, അവന്റെ സഹോദരങ്ങൾ അവന്റെ കൂടെയുണ്ട്. നഷ്ടപ്പെട്ടത് മാത്രം എനിക്കാണല്ലോ തമ്പുരാനെ. അല്ലേ? ഇങ്ങനെ എത്ര കുട്ടികൾ മോളെ, എത്ര കുട്ടികൾ. പോട്ടെ, എവിടെന്നാണ് ഇതിന്റെയൊക്കെ തുടക്കം? തുടക്കമാണ് ഈ പറഞ്ഞത്. ഇതിന്റെ 2 കണ്ണുകളെ നീ സൂക്ഷിക്കേ. വ്യഭിചാരത്തിന്റെ വിത്ത് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അതാ ഖുർആൻ പറഞ്ഞത്, വലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ നോട്ടത്തിൽ കൂടി വ്യഭിചാരത്തിലേക്ക് എത്തും. അതാണ് നോക്കല്ലേ, തൊടല്ലേ, സംസാരിക്കല്ലേ. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു അന്യ പെണ്ണും ആണും ഒരുമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകല്ലേ. ഇതൊക്കെ വ്യഭിചാരത്തിന് അകലുക എന്നുള്ളതിന്റെ വ്യാഖ്യാനങ്ങളാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കല്ലേ. കോട്ടയപ്പോ കൂടെ ശ്രദ്ധിച്ചോ, ഞാൻ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോന്നു. നാല് മൃഗങ്ങളാ പറഞ്ഞ, 4 മൃഗം. ഒന്ന് കണ്ണ്. ഇപ്പൊ കണ്ണിനെ കൊണ്ടുണ്ടാവുന്ന വിപത്തുണ്ടോ? പിന്നെ അത് കൂടാതെ തന്നെ ഉണ്ട് കണ്ണും കൊണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരാളിങ്ങനെ അങ്ങോട്ട് മുമ്പ് പോകുമ്പോ നീ അടുത്തേക്ക് നാക്കണം തരും, നാക്കും കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ആണ്ടാ അത് കണ്ണും കൊണ്ട് അവനെ ആക്ഷേപിക്കലാണ്. പോണ പൂക്കുണ്ടോന്ന്, അതാണ്. ഇങ്ങനെ കണ്ണുകൊണ്ട് പല കളികളും ഉണ്ട്. ഇതെല്ലാം കണ്ണിന്റെ ഭാവങ്ങളാണ്. ഇതൊക്കെ നിന്റെ നന്മകളെ തട്ടിക്കളയൂന്ന്. ഒന്നാമത്തേത് കണ്ണ്. രണ്ടാമത്തേത് നബി തങ്ങൾ പറഞ്ഞു നിന്റെ നാക്കാണ്, അതിനെ നീ സൂക്ഷിക്കണേ. സർവത്ര ഈ പറഞ്ഞതുപോലെ തന്നെ അത് ഈമാ ഊരി കളയണമെങ്കിൽ ഇത് സർവത്ര നശിപ്പിച്ചറിയുന്ന സാധനത്തിൽപ്പെട്ട ഒന്നാണ് ഇത്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ പഴയ മെമ്പറയിലും പുതിയ മെമ്പറയിലും എല്ലാ വെള്ളിയാഴ്ചയും യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് ഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. മനുഷ്യരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ അദാബിനെ സൂക്ഷിക്കണേ. ഖൂലൂ ഖൗലൻ സദീദ, നല്ല വർത്തമാനം നിങ്ങൾ പറയണേ. നല്ല വർത്തമാനം നിങ്ങൾ പറഞ്ഞാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നന്നാക്കുന്നതാണ്. ഇത് അല്ലാഹുവും റസൂലും നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശമാണ്. വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. അല്ലാഹുവിനെ റസൂലിനെ നിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ നിങ്ങൾ ഉന്നതമായ വിജയത്തിന്റെ വക്താക്കളായി. എല്ലാ വെള്ളിയാഴ്ച ഖൂലൂ ഖൗലൻ സദീദ, നല്ല വർത്താനം നിങ്ങൾ പറ. എന്തൊക്കെ ഇവിടെ കിട്ടുന്നത്? അതുകൊണ്ട് പ്രവർത്തനം നന്നാവും, പാപങ്ങൾ കൊടുക്കും. ഒറ്റ വാക്കുകൊണ്ടിട്ട് സർവത്ര അടിച്ച് തകർത്ത് തരിപ്പണാക്കി കളി. ഒറ്റ വാക്കും കൊണ്ട് ശുഭീകരിക്കാൻ വരുവാണ് രാവിലെ 4 മണിക്ക് കാക്ക. അങ്ങനെ വന്നിട്ട് ആ ഹൗദിന്റെ അവിടെ കൂടി ഇരുന്നിട്ട്, ഇവിടുത്തെ കാര്യമല്ലേ പറഞ്ഞ മനസ്സിലായല്ലോ, ഇവിടെ ഹൗദില്ലോ, ഹൗദിന്റെ അവിടെ കൂടെ നിന്നിട്ട് ഉണ്ടോ അങ്ങനെ അടീന്ന് ഇങ്ങനെ അവിടെ ഇളക്കുക. മര്യാദക്കൊന്നും കൊടുത്താൽ മതി. അതിനെ ആ മുസ്ലിയാരെ അടുത്ത് കിടപ്പുണ്ട്, അങ്ങനെ ഇരിപ്പിക്കാന്നുള്ള ഉദ്ദേശം അല്ലാണ്ട് ഒന്നും ശരിയാവലല്ല. അങ്ങനെ ഒന്നുമൊക്കെ അങ്ങ് എടുത്തിട്ട് പടിഞ്ഞാട്ട് എരിഞ്ഞെന്ന് അല്ലാഹുമ്മ ജഅൽനീ മിനത് തവ്വാബീൻ, 4 മണി ആയിട്ടുള്ളൂ. ജഅൽനീ മിനൽ മുതത്വഹിരീൻ, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വാതിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പള്ളിക്കകത്തേക്ക് കയറാൻ. അതിന് എല്ലാ വാതിലും കൊടുത്തു പൊട്ട തുറക്കണേന്റെ ശബ്ദം. അതിനാ മുല്ലാക്കാരും എണിക്കണം, വലിയാരും എണിക്കണം, അവർ ഉറക്കരുത്. എന്നിട്ട് ഈ ഉസ്താദ് കിടക്കണ മുറിയുടെ അടുത്ത് പോയി നിന്നിട്ട് ഉസല്ലി 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 സുന്നത്ത തഹജ്ജുദ് റകഅത്തൈനി, ആളെണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 റകഅത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് ചമ്രം പടിഞ്ഞങ്ങ് നിന്നിട്ട് 100 സലാത്തും എഴുതി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി 100 എണ്ണം ചൊല്ലി കഴിഞ്ഞിട്ട് ഉസ്താദ് ഇറങ്ങുള്ള. അപ്പൊ ആരാ? ഞാനാ കാശിങ്ങാക്കയൻ. സമയം എത്രയായി? സമയം 4:45 ഉസ്താദ്. അങ്ങനെ ഉസ്താദ് എഴുന്നേറ്റു, ഓതു കൊടുത്തു, തഹജ്ജുദ് നിസ്കരിച്ചു. 5:05 ആയപ്പോഴത്തേക്കും സുബഹി ബാങ്ക് വിളിച്ചു.
നിസ്കാരം കഴിഞ്ഞിട്ട് കാക്ക കടയിലേക്ക് വല്ലൂട്ടോ, ചായക്കടയിലേക്ക്. എന്നിട്ട് ചായയൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് ഇത് എങ്ങനെയാ എന്തിനാന്നേരം ഇങ്ങനെ തൂക്കണേ, ഇന്ന് ആരെയും കൊണ്ടാ തുടങ്ങണ്ടെന്ന് എന്നിട്ട് അപ്പൊ അടുത്ത് പല ആൾക്കാരുണ്ട് കേട്ടോ. പരീതുണ്ട്, കുഞ്ഞുമോനുണ്ട്, സൈതാലി ഉണ്ട്, അയ്യപ്പനുണ്ട്, കുര്യാക്കോസുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്. അതിന്റെ ഇടയിൽ എടാ കുഞ്ഞു പരീതേ, ഞാൻ 4 മണിക്ക് എന്നിട്ട് മുസ്ലിം എടുത്തിട്ടുണ്ടായില്ലടാ. പിന്നെ എന്നിട്ട് പിന്നെ ഞാൻ ഒളു എടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് 100 സലാത്ത് ഇല്ല, എന്നിട്ട് മുസ്ലിം എണിക്കണ്ട. പിന്നെ ഞാൻ മുട്ടി, അപ്പഴാ മുസ്ലിം എണിച്ചേ. ആ 4 മണിക്ക് മഞ്ഞ് കൊണ്ടതും ഈ ഹൗദിലെ വെള്ളം തലയെക്കോടെ ഒഴിച്ചതും ആ തലയെ കുത്തി ചാടിയതും ആ ചെമ്പറപ്പൊടി ഇട്ടിരുന്നോണ്ട് ഈ ചെല്ലിയതും എല്ലാം ഹലാക്കിന്റെ പൊടി. ഒറ്റ വാക്ക്. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. എടുത്തു പറഞ്ഞു. ഈ ചെയ്ത നന്മ ആളുകളെ കേൾക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞു. ഈ പറഞ്ഞപ്പോ എന്ത് പറ്റി? മൊത്തം കടിഞ്ഞാടില്ലാത്ത കുതിരയാണ് ഈ സാധനം. 32 പല്ല്, ഒരു ചുണ്ട്, ഇതിന്റെയൊക്കെ ഇടയിൽ നബിത്തങ്ങളുടെ ശൈലി ഇങ്ങനെയാ. ഏറ്റവും കട്ടിയായ 2 അസ്ഥിയുടെ ഉള്ളിൽ അല്ലാഹു തആല ആക്കിയിരിക്കുന്ന 2 അവയവം കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യുകയില്ല എന്ന് എന്നോട് ജാമ്യം നിന്നാൽ അവവല്ലഹുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. ഏതാണ് കട്ടിയുള്ള 2 എല്ലുകൾ? കീഴ്ത്താടി, മേൽത്താടി. ഞങ്ങളുടെ നാട്ടില് ആടിറച്ചിക്ക് 420 രൂപ. ഇവിടെ അതിന് കൂടും. അവിടെ ആടിറച്ചിക്ക് ഇച്ചിരി വില കുറവുണ്ട്. 420 രൂപയാണ് ആടിന്റെ ഇറച്ചിക്ക് വില എന്നും പറഞ്ഞ് ഈ ആടിന്റെ ഈ താട നമുക്ക് ചുമ്മാ തന്നാ നമ്മൾ കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകും? ഒരു കാര്യമില്ല. കൊണ്ടുപോയാ കൂടം കൊണ്ട് ഇടിച്ചാലും കൊട്ടൂല. ഇതാണോ ഏറ്റവും ബലമുള്ള 2 അസ്ഥികൾ, ഒന്നീ അസ്ഥി, അതിന്റെ ഉള്ളിലാ മറ്റവനെ ആക്കിയേക്കണേ. തങ്ങൾ പറയാ, ഈ ഉള്ളിൽ കിടക്കുന്ന സാധനം കൊണ്ട് നിങ്ങൾ തെറ്റില്ല എന്ന് എന്നോട് ജാമ്യം നിന്നാ നിങ്ങൾക്ക് ആ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. ഇത് വല്ലാത്ത കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന് പറഞ്ഞാലേ അത് കാണുന്നിടത്തിലൊക്കെ കയറി മേയും. ഹദീസിനകത്ത് കാണാം, നേരം വെളുക്കുമ്പോൾ നിന്റെ കാത്, കണ്ണ്, കാല് ഇതെല്ലാം നാക്കിനോട് അപേക്ഷിക്കുകയാണ്. നീ പടച്ചവനോർത്ത് ഇടങ്ങേറുണ്ടാക്കരുതോ? എല്ലാ അവയവങ്ങളും ഇതിനോട് അപേക്ഷിക്കുകയാണ്. നീ ഇടങ്ങേറുണ്ടാക്കരുത്. ഇടങ്ങേറുണ്ടാക്കി ആർക്കും കുഴപ്പം? ഇവൻ ചുമ്മാ അവിടെ നിൽക്കണ ഒരുത്തന് മോനെ അവൻ കയ്യും ചുറ്റിക്കോട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഇടിയാ, ചെവി പോയി. ചെവി ഒന്നും ചെയ്തിട്ടില്ല. ഈ മുമ്പിൽ AC കയറി കിടക്കുന്നു. ഇതാണ് കുരുത്തക്കാട് ഉണ്ടാക്കിയിട്ട് AC യിലേക്ക് കയറും. ആൾക്കാർ പിടിച്ചോടിക്കണത് കയ്യാണ്, ഇടിക്കണത് തലയ്ക്കാണ്, എല്ലാം കൊള്ളണത് ബാക്കിയുള്ള അവയവങ്ങളാണ്. ഇവനക്കൊരു കുഴപ്പമില്ല. ഇതാണ് ഇപ്പൊ സാധനെ. അതാണ് കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. വാക്കുകൊണ്ട് സൂക്ഷിക്കണോ? കുടുംബജീവിതമൊക്കെ ഇവിടെ ഞാൻ പണ്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. പെണ്ണുമ്പഴേട്ട ദേഷ്യം വരുമ്പോ പറയും, പോടി നിന്റെ പണിക്ക്, ഞാനും നീ ആയിട്ടൊരു ബന്ധമില്ലാടി, നിനക്ക് നിന്റെ പണിക്ക് പാടി, ഞാൻ എന്റെ പണിക്ക് നോക്കലാടി. ദേഷ്യം നാക്കും കൊണ്ടായിപ്പോ തട്ട്. സംഗതി ആ ബന്ധം മുറിഞ്ഞുപോയി. ഭയങ്കര പടപ്പായത്. നിക്കാഹ് എന്ന് പറയുന്ന ബന്ധമങ്ങ് മുറിഞ്ഞുപോയി. ഇന്നമിൻ അലാമാത്തി ഇന്നമിൻ അശ്റാത്തി യൗമൽ ഖിയാമത്തി അക്സറു ഔലാദിൽ ബഗിയാൻ. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അതിന്റെ ലക്ഷണത്തിൽപ്പെട്ടതാണ് ലോകത്തെ ജാരസന്താനങ്ങൾ അധികരിക്കുക. അതിന്റെ ഉത്ഭവം ഇവിടെന്നാ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വാക്കിനാൽ മുറിഞ്ഞു പോകും. പിന്നെ അവർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കൊച്ചിന്റെ പേരാണ് ജാരസന്തതി. ഇവിടെന്നാ ഒരു പാവപ്പെട്ട വന്നിട്ട് നിങ്ങളോട് 500 രൂപ കടം ചോദിച്ചു. മലിക്ക, ഒരു 500 രൂപ എനിക്ക് കടം തരണം. എന്തിനാടാ? ഓറഞ്ച് കച്ചവടം ചെയ്യാനാണ്. ഓറഞ്ചിന് വില കുറവാണ്. നീ 500 രൂപ എടുത്തോന്നാ, തിരിച്ചു തരണ്ട. ഇവൻ ഈ 500 രൂപ കൊണ്ട് ഒരു വെട്ടി ഓറഞ്ച് മേടിച്ച് അതിങ്ങനെ ലാഭം കയറി നിസാര കൊല്ലം കൊണ്ട് ഈ ചെയ്താലിക്കാട്ട് 500 രൂപ കടം മേടിച്ച മമ്മാലി വലിയ സമ്പന്നനായി. ചെയ്താലിയോ കട്ടൻ ചായ മേടിച്ചിട്ട് അതിന്റെ കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ചായക്കടയിൽ ഇങ്ങനെ ഭിത്തിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മമ്മാലി അതിലെ കാർ ഓടിച്ചും കൊണ്ട് വരുവാണ്. കാർ അവിടെ നിർത്തി ഇവൻ ഇറങ്ങി വന്നിട്ട് ഒരു പാക്കറ്റ് സിസർ മേടിച്ചിട്ട് ബാക്കി പൈസ ഒന്നും വേണ്ടാടോ ഇയാൾ എടുത്തോന്നും പറഞ്ഞുകൊണ്ട് കയറി കാറേ കയറി അങ്ങ് പോയപ്പോ ഈ 500 രൂപ കടം കൊടുത്ത കക്ഷി അവിടെ ഇരുന്നുകൊണ്ട് ചായക്കടക്കാരൻ കോയാനോട് ചോദിച്ചാ, കോയാനെ ഇപ്പൊ കാറേല് വന്നിട്ട് ബാക്കി മേടിക്കാണ്ട് പോയ മുതലാളി ആരാന്ന് നിനക്കറിയാവോ?
എനിക്കറിയാലോ, നമ്മുടെ സൈതാലി അല്ലത്, നമ്മുടെ മൈദുകുഞ്ഞാക്കാടെ മോൻ സൈതാലി മുതലാളിയായ എങ്ങനെയാന്ന് എനിക്കറിയാവോ? ഇല്ല, ഇവിടെ ഇരിക്കടാ പറഞ്ഞുതരാം. അടുത്തിരുത്തിയിട്ട് പറയും 10 കൊല്ലം മുമ്പ് എന്നോട് 500 രൂപ കടം ചോദിച്ചൂടാ. ഞാൻ പറഞ്ഞു നീ തിരിച്ചു തരണ്ട, നീ എടുത്തോന്നും പറഞ്ഞു കൊടുത്തു. ആ കൊടുത്തിട്ട് അവൻ മേടിച്ച ഓറഞ്ച് കടയാണ് ഇന്നവൻ ഹോൾസെയിൽ ഓറഞ്ചിന്റെ വ്യാപാരിയായത്, ഈ കാണുന്ന കാറ് കയറി പോകുന്ന മുതലാളിയായത്. നിനക്കറിയാവോ? ഒരു കട്ടൻ ചായയുടെ കാട്ടെ മധുരമില്ലാണ്ട്. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. അന്ന് ആ കൊടുത്ത സദഖയില്ലേ, അന്ന് നീ ആ കൊടുത്തതില്ലേ, മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, അള്ളാന്റെ ഖജനാവിലേക്ക് നീ ഇട്ട ആ സമ്പത്തുണ്ടല്ലോ, യുളാഇഫു ലഹു അദ്വാഫൻ കസീറ, അതിങ്ങനെ ഇരട്ടി ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ 500 രൂപ ഇങ്ങനെ നിനക്ക് നന്മയായി കൂടി 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 വന്നുകൊണ്ടിരുന്നത് ഈ സാധനത്തിന്റെ ഒറ്റത്തട്ട് നശിച്ചു എന്ന് പറഞ്ഞാൽ, പാറപ്പുറത്തിട്ട മണ്ണിലേക്ക് വെള്ളം അടിച്ചൊഴിച്ചാൽ എങ്ങനെ ആ മണ്ണ് പാറയെന്ന് ഊർന്നോളും, അതുപോലെ പോകുന്നു ഖുർആൻ. സൂക്ഷിച്ചോളൂ. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചരൽക്കല്ലെടുത്ത് വായിലിടും. സാഹാബാക്കളിക്ക് എന്തിനാണ്? ഈ മൂപ്പരനെ ശ്രദ്ധിക്കാനാണ്. ചുമ്മാ ആവശ്യമില്ലാത്തടത്തിലേക്ക് കയറി ഇടപെടും. അപ്പൊ ഇടപെടാണ്ടിരിക്കാൻ ഒരു കല്ല് വായി കിടക്കട്ടെ. അവരൊക്കെ സൂക്ഷിച്ചത് അങ്ങനെയാ. വർത്താനം എത്ര കൂടണോ അത്രയും പാവങ്ങൾ കൂടും. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. രണ്ടാമത്തേത് ഇതാണ് കേട്ടാ. അപ്പൊ ഒന്നാമത്തേത് കണ്ണ്, രണ്ടാമത്തേത് നാക്ക്, 3ഉം 4ഉം ഒന്ന് തന്നെയാണ് ഇതിനകത്താണ്. ഹസദ്, ഹിർസ് അതാണ്. അസൂയ, ആർത്തി, അത് രണ്ടും ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഇതിന്റെ സ്വഭാവമാണത്. ഇലലുൽ അജ്സാമി റഹ്മത്തുൻ ഇലലുൽ ഖുലൂബി ഉഖൂബത്തുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. ശരീരത്തിന്റെ രോഗം നിനക്ക് അനുഗ്രഹമാണ്, ഹൃദയത്തിന്റെ രോഗം നിനക്ക് നാശമാണ്. ഹൃദയത്തിന്റെ രോഗമാണ് കിബർ, ഹസദ്, ഹിർസ്, ഹുബ്ബുൽ ജാഹ്, ഇങ്ങനെയുള്ളതൊക്കെ. നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ രോഗം പിടിച്ച് നശിച്ചു കിടക്കുക. അസൂയ, നബി തങ്ങൾ പറഞ്ഞു അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ. നബിയുനാ റസൂലുള്ളാഹി. അസൂയ നിന്റെ സർവ്വ നന്മകളെയും വിറക് തീയിലേക്ക് ഇട്ടാൽ എപ്രകാരം ചാരമാകുമോ അപ്രകാരം നിന്റെ നന്മകൾ അസദ് ചാരമാക്കി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് അസൂയ? അറിയാൻ പാടില്ല സൂക്കേട്. നീ തിരുവനന്തപുരത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി, നേരം വൈകി. അങ്ങനെ കണിയാപുരത്ത് വന്ന് ഇറങ്ങി, ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചില്ല, കാശില്ലാത്തോണ്ട്. അങ്ങനെ നീ അവിടെ നിന്നിങ്ങനെ നടന്നു പോരും. അതിക്കറി ചെല്ലി നടന്നു പോരുമ്പോ നമ്മുടെ കോയാണ്ട ചായക്കടയിലേക്ക് കയറി ഒരു കട്ടൻ ചായ കുടിക്കാൻ തരും. അവിടെ കയറിയപ്പോ കടയുടെ കോലം കൂടി കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമം നിനക്ക്. ഭയങ്കര കച്ചവടം, 1 മാസമായുള്ളൂ കച്ചവടം തുടങ്ങിയിട്ട്. ഇഷ്ടം പോലെ വിഭവങ്ങള്, ഇഷ്ടം പോലെ കാശ്. മധുരം ഇട്ട ചായ നീ കുടിക്കണതാണെങ്കിലും മധുരം ഇല്ലാത്ത ചായ മേടിച്ചു. അതിനാ അവനക്ക് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു മധുരം ഇല്ലാത്തൊരു ചായയൊക്കെ കുടിച്ച് വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. അപ്പൊ പെണ്ണുമ്പിള്ള വാതിൽ തുറന്നു. ഓ ഇത്ര വൈകിയെന്താ? എടി അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും സമയം വളരെ വൈകി. പിന്നെ കണിയാപുരം വരെ ബസ്സിന് വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു വരുവായിരുന്നു. എന്നാ എനിക്കിന്ന് വലിയ ക്ഷീണമുണ്ട്, അധികം തുണിയൊക്കെ കഴുകാണ്ടായി. അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചു വന്ന് കിടന്നോ. അല്ലാടി നീ ഇങ്ങോട്ട് വാ, കിടക്കല്ലേ, ഇവിടെ ഇരിക്ക്. ഞാൻ ഇരിക്കണേതിനാ, ഞാൻ ഭക്ഷണം കഴിച്ചതാ. അല്ലാടി നീ ശരി നിങ്ങൾ കഴിച്ചോന്നെ, ഞാൻ ഇരിക്കണേ, ഞാൻ പോയി കിടക്കട്ടെ. അല്ലാടി ഞാൻ ഒരു കാര്യം ചോദിക്കാണ്, നീ ഇവിടെ ഇരിക്കുക. നമ്മുടെ കോയാൻ ചായക്കട തുടങ്ങിയത് എന്നാ? കോയാൻ ചായക്കട തുടങ്ങി ഞാൻ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിലിരിക്കുമല്ലേ. എന്നാ ഞാൻ പറയാടി, ഈ പിന്നെ ഓഗസ്റ്റ് മാസം 30-ാം തീയതി തുടങ്ങിയതാണ്. 1 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ തുടങ്ങിയിട്ട്. എനിക്കറിയാൻ പാടില്ല. അന്നാ നീ മനസ്സിലാക്കിയോ, ഓഗസ്റ്റ് 30-ാം തീയതിയാ തുടങ്ങിയത്. പോവാ അവൻ ചായക്കട തുടങ്ങുമ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നൂടി അവന്റെ ചായക്കടയിൽ? നിങ്ങൾ എന്തൊട്ട് ചോദിക്കണം. ഞാൻ അയാളുടെ ചായക്കടയും കണ്ടിട്ടില്ല, ചായക്കട തുടങ്ങിയതെന്നാന്ന് പറഞ്ഞില്ല. പിന്നെ കടയിലെ എന്തൊക്കെ ഉണ്ടാവണമെന്ന് അറിയില്ല. എങ്ങനെയാ നിങ്ങളിപ്പോ ഇതൊക്കെ ചോദിക്കണെന്നില്ല ഈ പാതിരാത്രി? ഈ പുള്ളിക്കാരത്തേക്ക് ആകെ സംശയമായി. ഇങ്ങനെ പോകുമ്പോൾ സൂക്കടൊന്നുമില്ല. ഇപ്പൊ സംഗതി ഇപ്പൊ ആരും അറിയിപ്പോ ഉള്ള പഠിച്ചവരെ ഇത് അയലക്കത്ത് വിളിച്ചറിയിക്കേണ്ടി ഒരു ആളെ ഉപദ്രവിക്കുമോ? ചില ഭ്രാന്തന്മാരോട് നല്ല വാക്ക് പറഞ്ഞാൽ അനുസരിക്കുമെന്ന് ഇവള് കേട്ടിട്ടുണ്ട്. ഇവള് പറഞ്ഞേ അവൻ ചായക്കട എന്തെങ്കിലും തുടങ്ങട്ടെ,
ചായക്കടയിൽ എന്തെങ്കിലും സാധനമൊക്കെ വെക്കട്ടെ. ഇപ്പൊ നമ്മളത് അന്വേഷിക്കണേല്ല. ചോറ് തിന്നിട്ട് വന്ന് കിടക്കാം, ഞാൻ പോയിക്കോട്ടെ. എടി നീ ഇത് പറാടി എന്തൊക്കെ ഉണ്ടായിന്ന്. ഒറ്റവള്ളിക്ക് പോവില്ലോ പഠിച്ചോനെ, ഇത് എന്ത് ഹലാക്ക് ഇത് ഇവിടെ ആകെ. ഞാൻ കണ്ടില്ല ചായക്കട. എന്നാ ഞാൻ പറയാം, നീ ഇവിടെ ഇരിക്ക്. ഞാൻ ഇരുന്നു. എടി അവൻ ചായക്കട കൊടുക്കുമ്പോ ബെഞ്ചില്ല, 2 കോലിങ്ങനെ വച്ചിട്ട് കുറ്റി അടിച്ച് കെട്ടി, അതാണ് ബെഞ്ച്. ഒരു പാട്ടയിലാണ് പപ്പടം പൊടിയിൽ മുക്കി പൊരിച്ചത്, പപ്പടപടാന്ന് പറഞ്ഞു. ഒരു പാട്ടയില് പൈസ ഇടേണ്ടത് ഒരു ചെറിയ കപ്പിനകത്ത് 3 ഗ്ലാസ്സേ ഉള്ളൂ. അല്ലോടിയേ, ഞാനിപ്പോ കേറിയിടി. പുതിയ ഡെസ്കും ബെഞ്ചും 2 എണ്ണം, 2 ഡെസ്ക് 2 ബെഞ്ച്, അതുപോലെ ഒരു മതിയായ നേന്ത്രക്കൊല തൂക്കിയിട്ടേക്കുവാടി. 12 ഗ്ലാസ്സാടി നിരത്തി വെച്ചേക്കണത്. ഒരു വലിയ പോഞ്ചിക്കാത്താടി ചായപ്പൊടി ഇട്ടോണ്ട് ചായ എടുക്കണത്. 3 തട്ടിന്റെ അലമാരി ആടി കുത്തിച്ചാരി വെച്ചാണ്, തേക്കിന്റെ അലമാരി. മോളില് പപ്പടവട, നടുക്ക് പരിപ്പോട, അടിയിൽ തുളവട, എന്തൊക്കെ അടി നിറച്ചിട്ടേക്കുവാടി. പൈസ ഇടാൻ വേണ്ടി മേശ തുറന്നുകൂടി, പുതിയ മേശയുടെ കള്ളിക്കകത്ത് കിടക്കുകൂടി. 10ന്റെ നോട്ട്, 50ന്റെ നോട്ട്, 100ന്റെ നോട്ട്. ഒറ്റ മാസം കൊണ്ട് അവന്റെ ഒടുക്കത്തെ കേസാടി കയറിയേക്കണേ. ഇത് നീ പോയി കിടന്നോ. ഈ സൂക്കേട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പടച്ചോനെ ഓർത്ത് നാളെ ഒരു നിൽക്കുകയും വേണ്ട, നോമ്പ് പിടിക്കണ്ട. കാരണം എന്താ? അൽ ഹസദു യഅകുലു ഹസനാതി കമാ തഅകുലു നാറുൽ ഹതബ. നിന്റെ ഈ മാനസിക നില കൊണ്ട് നിന്റെ നിസ്കാരവും നോമ്പും തീയിലേക്ക് വിറകം കിട്ടാൻ എങ്ങനെ ചാരാവും, അതുപോലെ വെണ്ണീറായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ട, ആണിനും പെണ്ണിനും വേണ്ട. ചില പെണ്ണുങ്ങൾ പറഞ്ഞേക്കാം, ഓ അതോടിയേ എന്തേ സൂറാടെ മുടിയുണ്ടോടി നീ? ഇല്ല. അമ്മോ, പന കൊലച്ചേക്കണോരിയടി, മുട്ടു വരെ നീള്. എന്തോരു മുടിയാടി, എന്തോരു ഉള്ള മുടിക്ക്, കറുകറൂന്ന് കറുത്ത്. ഈ താത്താടെ മുടി എങ്ങനെയാണെന്നറിയോ? ഈ പറഞ്ഞ താത്താടെ ഈ പൊരിഞ്ഞിരിക്കണ കോഴീനെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ തുത്ത എങ്ങനെ ഇരിക്കുന്നു, അതുപോലെയാണ് താത്താടെ മുടി. ഇത് ആഖിറത്തിലെ മാത്രമല്ല, ദുനിയാവിലെ പോവാ. ആ മുടിയിൽ അസൂയ പിടിച്ചപ്പോ ഇവക്കടെ മുടി കൊഴിഞ്ഞു പോവാണ്. പാടില്ല ദുനിയാവിന്റെ കാര്യം. പിന്നെ എങ്ങനെയാ സഹോദരിമാരെ അതൊക്കെ? വർഷനെ സൂറാക്ക് നീ അത്രയും നല്ല മുടി കൊടുത്തല്ലോ അല്ല, നീയാണല്ലോ വർഷനെ കൊടുത്തത്, അതുപോലത്തെ മുടി നീ എനിക്കും താട്ടറബ്. അങ്ങനെ പറയാം, അങ്ങനെ ആഗ്രഹിക്കാം. ഒരു നിരക്കും പിന്നെ അസൂയ പിടിക്കാം. എന്തിനാന്നറിയോ? അസൂയ പിടിക്കാവുന്ന കാര്യം 2 എണ്ണം ഉണ്ട്. ഓ പഠിച്ചോനെ, ഈ പുത്തൻതോപ്പില് നമ്മുടെ ആ അബ്ദുറഹ്മാനക്ക അങ്ങനെ എല്ലാ വക്കത്തിനും കൃത്യമായിട്ട് ജമാഅത്തിന് വരും കേട്ടോ. ജമാഅത്തിന് വന്നാൽ തന്നെ അങ്ങനെ മുമ്പും ശേഷമുള്ള റവാത്തിബും ഒക്കെ നിസ്കരിച്ച് ആ ഇരിക്കണോടത്തിരുന്ന 100 സലാത്തൊക്കെ ചെല്ലും. അങ്ങനെ എന്തായാലും ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഒരിക്കലും മുടങ്ങാതെ ഒരു വല്ലാത്ത മനുഷ്യനാണ് കേട്ടോ. അസൂയ, ആ അസൂയ പിടിക്കാം. എന്തിന്? അതുപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിട്ടേ. അതുപോലെ സദക്ക. ഓ ഇന്ത്യ ആള് നമ്മുടെ പുത്തൻതോപ്പില് നമ്മുടെ ആ ഇബ്രാഹിം കുഞ്ഞ്, അങ്ങേരുടെ സദക്ക ഒരു വല്ലാത്ത സദക്കയുണ്ട്. എന്തോരെ വാരി കൊടുക്കണേ, എന്തൊരു കൊടുക്കണേ. എത്ര കൊടുത്തിട്ടും അങ്ങേർക്ക് ഒരു കുറവും എന്നില്ല കേട്ടോ. ഇതൊക്കെ നല്ല വർത്താനങ്ങളാണ്. ഇങ്ങനെ ഇബാദത്തിനെ സംബന്ധിച്ചുള്ള അസൂയ, അത് നല്ല വർത്താനങ്ങളാണ്, അതിന് തെറ്റില്ല. അല്ലാത്ത നിലയ്ക്കുള്ള ഹസദ് നിന്റെ ഇബാദത്തുകൾ തകർത്ത് കളയുന്നതാണ്. അപ്പൊ ഹൃദയത്തിന്റെ ഒന്ന് ഹസദ്, രണ്ടാമത്തത് ഹിർസ്. അതെന്താ? ആർത്തി. ഇന്നെന്താ ബഹുമാനികളെ മനുഷ്യന്റെ അവസ്ഥ? വലോ അന്ന ഇബ്നു ആദമ വാദിയം മിന ദഹബീൻ. ഒരു മനുഷ്യന് സ്വർണത്തിന്റെ ഒരു മലയുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കും മയക്കൂന വാദിയാനി, ഒരു മല മൊത്തം സ്വർണത്തിന്റെ കിട്ടിയ അവനക്ക്. അങ്ങനെ ഒരു മല മൊത്തം സ്വർണത്തിന്റെ കിട്ടിയാൽ ഉടനെ അവന്റെ മനസ്സിൽ തന്നെ ആഗ്രഹം എന്താണെന്നറിയോ? 2 മലയുണ്ടായിരുന്നു ഈ സ്വർണത്തിന്റെ. ഇതാണ് മനുഷ്യന്റെ ആർത്തിന്ന്. ലോകത്ത് ആദ്യം നടന്ന കൊല എന്തിനാ? ആർത്തിയാണ്. ആദ്യം നടന്ന കൊല അനുജന്റെ ഭാര്യന് എനിക്ക് കിട്ടണം, അവളെയും കൂടെ എനിക്ക് ഭാര്യയാക്കണം, അതിനെന്ത് ചെയ്യണം? ചേട്ടനെ കൊല്ലണം. അങ്ങനെ അനുജന്റെ ഭാര്യനെ തന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ ഭാര്യയാക്കാൻ തന്റെ സഹോദരനെ കൊല ചെയ്തു. അതാണ് ആദ്യത്തെ കൊല. ആർത്തി കൊണ്ടിട്ട് സംഭവിച്ചതാണ്. രക്ഷയില്ല ബഹുമാനികളെ, രക്ഷയില്ല. ലാ യംലു ഫാഉ ഇല്ല തുറാബ്. മനുഷ്യന്റെ ആർത്തി തീരണമെങ്കിലേ വായിൽ മണ്ണ് വന്നോന്ന്. അത് ഇവിടുന്ന് മക്കള് തന്നെ വെക്കും. മണ്ണിങ്ങനെ ഉരുട്ടിയിട്ട് ഇന്നാൻസെല്ലാം 3 പ്രാവശ്യം ഓതി പാപ്പാടെ അല്ലെങ്കിൽ ഉമ്മാടെ വലത്തെ കവളിൽ ഇങ്ങനെ ചേർത്ത് വെക്കും. പിന്നെ ആർത്തിയില്ല അടിയിൽ.
പഠിച്ചവനെ അതിലേക്കൊക്കെ നമ്മൾ ഓരോരുത്തരും അടുക്കുക ബഹുമാനികളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര എളുപ്പാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മാലിക്കുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പള്ളിക്കകത്തിരുന്ന മനുഷ്യൻ പറഞ്ഞു കൊടുത്ത 4 ഹിംസ്ര ജന്തുക്കളെ മനസ്സിലായോ? കരടിയും കഴുതയും കാട്ടുപോത്തും ഒന്നും അല്ല. പിന്നെ ഒന്ന് നിന്റെ കണ്ണ്, രണ്ടാമത്തെ നിന്റെ നാക്ക്, 3, 4 നിന്റെ ഹൃദയം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ നിസ്കാരം ധാരാളം മതി, ഈ നോമ്പ് ധാരാളം മതി. നമുക്ക് ആരുടെ കൂടെ കൂടാം? നാളെ മഹ്ശറയിൽ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടത്തിൽ നാളെ കൂടാം. അതുകൊണ്ട് ഇന്നത്തെ വഴല് നിസ്കാരക്കാർക്കും നോമ്പ് എന്നെഴുതി സുന്നത്ത് വേണ്ടാന്നാണ് പറഞ്ഞേ. മനസ്സിലാരെ? അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് സുന്നത്തൊന്നും നിസ്കാരമൊന്നും വേണ്ടല്ലോ. അല്ലാഹു അക്ബർ. ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ട് അടുക്കുന്നത് സുന്നത്ത് കൊണ്ടിട്ടാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ഒരു സ്ഥാനം അടുക്കുമ്പോൾ പടച്ചോൻ ഒരു മഴ അടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർളൊന്നും ഒരു അംഗീകരിക്കപ്പെട്ട ഫർളല്ല ബഹുമാനികളെ. നമ്മുടെ ഫർള് നിസ്കാരത്തിലും നമ്മുടെ ഫർള് നോമ്പിലും വല്ല ന്യൂനതകളും വന്നുപോയാൽ അത് അള്ളാഹുവിന്റെ കോടതിയിൽ പരിഹരിക്കുന്നത് ഇവൻ വല്ല സുന്നത്തും ചെയ്തിട്ടുണ്ടോ നോക്കി, ഇവിടെ വല്ല സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടുണ്ടോ നോക്കി. ആ സുന്നത്ത് നോമ്പും സുന്നത്ത് നിസ്കാരവും ഈ ഫർദിൽ വരുന്ന വീഴ്ചകളെ അല്ലാഹു തആല പരിഹരിക്കുമെന്നാണ് നമ്മുടെ അഷ്റഫുൽ ഖൽഖ് കരുണക്കടലായ നബി മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ നിസ്കാരക്കാല നിസ്കാരമാണ് നമ്മൾ ചിന്തിച്ചു നോക്കി. അലിയാരിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടതായ അമ്പ് അതങ്ങോട്ട് ഊരിയെടുക്കാൻ വേണ്ടി സഹാബാക്കൾ ചെന്ന് പിടിച്ചപ്പോ അനങ്ങാൻ സമ്മതിക്കണില്ല, അനക്കാൻ. കാരണം എന്താ? ഈ അമ്പിന്റെ കൊടയാണ് അകത്തേക്ക് വെക്കണത്. ഇങ്ങോട്ട് വലിക്കുമ്പോ ഇറച്ചോട് കൂടിയാ വന്നത്. അവസാനം സഹാബാക്കൾ ഒരു തീരുമാനം എടുത്തു. എന്താ? ആ മനുഷ്യൻ നിസ്കരിക്കാൻ കൈ കെട്ടട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അലിയാരങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ കയ്യങ്ങോട്ട് കെട്ടിയപ്പോൾ ഈ അമ്പ ശരീരത്തിൽ നിന്ന് ഈസി ആയിട്ട് സഹാബാക്കൾ ഊരിയെടുത്തു. ഈ മനുഷ്യൻ അറിഞ്ഞില്ല. അലിയാരങ്ങളുടെ നിസ്കാരം, അലിയാരങ്ങളുടെ നിസ്കാരം. ഞാനൊന്ന് കണിയാപുരത്ത് മഗ്‌രിബ് നിസ്കരിക്കാൻ കയറി. അല്ലാഹു അക്ബർ. അവിടെ ജമാഅത്ത് കഴിഞ്ഞ പിന്നെ ഞാൻ ചെന്നതേ, പടച്ച തമ്പുരാനെ, ഈ ചക്കപ്പഴത്തേൽ ഈച്ച പൊതിനാരി കൊതുകങ്ങ് പൊതിഞ്ഞു തന്നെ. ഞാൻ പടച്ചോൻ വേണ്ട എന്റെ മേത്ത് വന്ന് നിസ്കാരത്തിലിരുന്ന ഒരൊറ്റ കൊതുകിനെ ഞാൻ വെറുതെ വിട്ടില്ല. എന്റെ നിസ്കാരം എവിടെ? അലിയാരങ്ങളുടെ നിസ്കാരം എവിടെ? നിങ്ങൾ പറ. അലിയാരങ്ങളുടെ ശരീരത്തിൽ കയറിയ അമ്പ് ഊരിയെടുത്തിട്ട് ആ മനുഷ്യൻ അറിഞ്ഞില്ല എന്ന്. ബാവുശ്ശിയാരുടെ മേത്ത് വന്നിരുന്ന കൊതുക് ഒരെണ്ണം നിസ്കാരത്തിൽ ജീവനോടെ പോയില്ല. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ഒന്നും നിസ്കാരം മഹാന്മാരുടെ നിസ്കാരം പോലെയല്ല, മഹദികളുടെ നിസ്കാരം പോലെയല്ല. അവരൊക്കെ നിസ്കരിച്ച എങ്ങനെയാണെന്നറിയോ? അല്ലാഹു അക്ബർ, മുന്നിൽ റബ്ബാണ്. വജ്ഹത്തു വജ്ഹിയ, കണ്ട? അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ മുന്നിട്ടിരിക്കുക. അപ്പൊ മുന്നിൽ പടച്ചവനാണ്. മുന്നിൽ പടച്ചവനാണെങ്കിൽ പിന്നെ മനസ്സ് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? മുന്നിൽ പടച്ചവനെ നിർത്തിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കണമെങ്കിൽ പിന്നെ മനസ്സ് പോയാൽ പിന്നെ പടച്ചവനെ വഞ്ചിക്കലല്ലേ? ഏത് കാര്യം മറന്നുപോയാലും ഓർക്കാൻ പറ്റിയ പരിപാടി നിസ്കരിക്കലാണ്. എന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത്? ഏത് കാര്യവും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ കിട്ടണ്ട. കാരണം എന്താ? കച്ചവടം ഇല്ല, ഉദ്യോഗം ഇല്ല, അടുക്കള പണി ഇല്ല, ഒരു പരിപാടി ഇല്ല, സ്വൈര്യമായിട്ട് കൈയിട്ടിരിക്കുകയാണ്. അപ്പൊ ഓർക്കാൻ തോന്നില്ല. കടിയാപുരത്തുനിന്ന് മീൻ മേടിച്ചതിന്റെ ബാക്കി കിട്ടാത്തത് പള്ളിയിൽ വരുമ്പോഴേ ഓർമ്മ കിട്ടുള്ളൂ. ഇടയ്ക്ക് ഓർമ്മ കിട്ടുമോ? ഇല്ല. നെയ്മീൻ 500 രൂപ എന്ന് പറഞ്ഞു. ഓ, വലിയ വിലയാണല്ലോടാന്നൊക്കെ പറഞ്ഞു. സംഗതി 2 കിലോ തൂക്കാൻ പറ്റുമ്പോ 2.5 കിലോ ഉണ്ടായി. 2000 രൂപ എടുത്തിട്ട് അവൻ ബാക്കി തന്നില്ല. 2.5 കിലോ എന്ന് പറയുമ്പോ 1250 അല്ലേ കൊടുക്കേണ്ടതുള്ളൂ. അതിന് 1500 കൊടുത്തു, ബാക്കി 250 തന്നില്ല. പക്ഷെ 250 തരാത്തത് ഈ പുത്തൻതോപ്പിൽ വന്ന് അവിടെ റൂമിന്റെ മുകളിൽ കൊണ്ടുവന്ന് മീൻ ആ കതകിന്റെ മുകളിൽ കയറ്റി വീഴ്ചയും പട്ടിയും കൊണ്ടുപോകാണ്ട് അവിടെ വച്ച് അവിടെ പോയി മൂത്രമൊക്കെ ഒഴിച്ച് ഇവിടെ വന്ന് ഒതുവൊക്കെ എടുത്ത് അപ്പൊ ഇമാമിന്റെ പൊറിയിൽ കയറി ഉസല്ലി ഫർദൽ മഗ്രിബി 3 റക്അത്തൻ ലില്ലാഹി തആല മഅൽ ഇമാമി അല്ലാഹു അക്ബർ വജ്ഹത്തു വജ്ഹിയല്ലദീ ഫത്തറ സമാവാതി വൽ പോക്കറ്റ് തപ്പാൻ നേരെ കിട്ടിയില്ല. കന്യാപുരത്ത് ഇവിടെ വരെ വന്ന ആളാണ്. പോക്കറ്റ് തപ്പില്ല. ഈ പോക്കറ്റിലും തപ്പില്ല, ഈ പോക്കറ്റിലും തപ്പില്ല. വജ്ഹത്തു വജ്ഹിയല്ലദീ ഫത്തറ സമാവാതി. നാളെ ചെന്ന് 250 രൂപ നീ തന്നില്ല എന്ന് പറഞ്ഞാൽ 2 100ന്റെ ഒരു 50ന്റെ തന്നെന്ന് പറയും.
അപ്പൊ 2.5 കിലോ മീനിന് ഇപ്പൊ കാശെത്രയായി? 1500 ഇപ്പൊ കാശെത്രയായി? അപ്പോഴത്തേക്ക് ഇമാമ വൈരിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ കാക്ക ആമീൻ പള്ളിക്കകത്ത്. ആളെവിടെയാ? കണിയാവരം മീൻചന്തയിൽ. ശരിയാണോ? ഇങ്ങനെ നിക്കിരിക്കണേ. ഇങ്ങനെ നിക്കിരിച്ചോണ്ട് അവിടെ ചെന്നാ ഈ ഫർള് ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഈ ഫർളിൽ വന്ന ന്യൂനത ഈ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കണം. അതിന് സുന്നത്ത് നിസ്കാരം കൂട്ടണം, സുന്നത്ത് നോമ്പുകൾ കൂട്ടണം. നമ്മുടെ നോമ്പും ഇങ്ങനെ തന്നെയാ മഹാന്മാരായിട്ട് വിലയിരുത്തുമ്പോ പാടായി പോവുകയാണ്. അല്ലാണ്ട് സുന്നത്തിനെ നിരുത്സാഹപ്പെടുത്തിയതല്ല കേട്ടത്. സുന്നത്ത് നിക്കിരിക്കണ്ട, സുന്നത്ത് നോമ്പ് വേണ്ടെന്നല്ലേ പറഞ്ഞത്. എല്ലാം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് പടച്ചോന്റെ പൊരുത്തത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ടിട്ട് മരിക്കാൻ അല്ലാഹുവേ പാവങ്ങളാ ഞങ്ങൾക്കൊക്കെ വിധിയാക്കി തന്ന അനുഗ്രഹിക്കണ തമ്പുരാനെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ എന്റെ വർത്തമാനം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. അതുപോലെ വരാത്ത